HRD versus HRM. Human resource management has multiple functions. One of these being human resource development. Human resource management ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അത് 20th സെഞ്ച്വറിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Some organization, instead of making effective changes, they just rename their personal department as HRD department. അപ്പോൾ ചില ഓർഗനൈസേഷൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളതിന് എന്ത് ചെയ്തു, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് മാറ്റി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് ആക്കി. അപ്പോൾ പക്ഷേ അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം HRM എയിം ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സ് ടു ഒബ്റ്റെയിൻ കോമ്പറ്റീറ്റീവ് എഡ്ജ്. ഹ്യൂമൻ റിസോഴ്സിന് കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ടാവണം. അതായത് അവർക്ക് നമ്മുടെ കോമ്പറ്റീറ്റർ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് വേണം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞേക്കുന്നത്. പിന്നെ HRD ടു ട്രെയിൻ ഹ്യൂമൻ റിസോഴ്സ് ടു സ്യൂട്ട് ദ കൾച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മുടെ കൾച്ചറിനനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് HRD പറയുന്നത്. ഓക്കെ, അതിനനുസരിച്ച് അവരെ എഫിഷ്യൻ്റ് ആക്കി മാറ്റണം. പിന്നെ വന്നേക്കുന്നത് സ്റ്റാറ്റസ്. HRM എന്ന് പറയുന്നത് കൺസിഡർ ടു ബി എ സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ HRM എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷനാണ്. HRD എന്ന് പറയുന്നതോ സബ് സിസ്റ്റം ഓഫ് ലാർജ് സിസ്റ്റം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി കംപ്രൈസ്ഡ് ഓഫ് ഇൻ്റർകണക്റ്റഡ് കോമ്പോണൻസ്. അപ്പോൾ ഇൻ്റർകണക്റ്റഡ് കോമ്പോണൻസിനെ നമ്മൾ ഒരുമിച്ചാക്കി കൊണ്ടുവന്ന് നമ്മുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇനി ഓറിയൻറ്റേഷൻ. HRM പറയുന്നത് ദ ഡൊമൈൻ ഈസ് സർവീസ് ഫംഗ്ഷൻ. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സർവീസ് ഫംഗ്ഷനാണ്. ഓർഗനൈസേഷൻ്റെ നീഡ്സ് എല്ലാം മീറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ സർവീസ് ഫംഗ്ഷനാണ് ഉദ്ദേശിക്കുന്ന ഓറിയൻറ്റേഷൻ HRMൻ്റെ. ഇനി HRD ആണെങ്കിലോ പ്രൊആക്റ്റീവ് ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ഫേസ് ചെയ്യാനായിട്ട് നമ്മളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കും. ഇനി അടുത്ത വരുന്നത് ഇൻസെൻറ്റീവാണ് കേട്ടോ. അപ്പോൾ ഇൻസെൻറ്റീവിൽ സാലറി, വേജ്, ജോബ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് മെറ്റീരിയൽ ഇൻസെൻറ്റീവ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഇൻസെൻറ്റീവിൽ വരുന്നത്. പിന്നെ വന്നിട്ട് HRDയിൽ മോട്ടിവേഷണൽ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ടുവേർഡ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, ബിൽഡിംഗ് അപ്പ് ദ എബിലിറ്റി ടു കോപ്പ് വിത്ത് ചലഞ്ചസുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാനുള്ള എബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ നോക്കുന്നത്. ഓക്കെ, HRMലായിരുന്നു നമ്മൾ സാലറി, വേജസ്, ജോബ് സിംപ്ലിഫിക്കേഷൻ, മെറ്റീരിയൽ ഇൻസെൻറ്റീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ HRMൽ ഇൻസെൻറ്റീവായിട്ട് വരുന്നത്. HRDയിൽ ഇൻസെൻറ്റീവായിട്ട് നമ്മൾ എംപ്ലോയീസിന് തോന്നേണ്ടത് അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ജോബ് എൻറിച്ച്മെൻറ്റ്, അവരുടെ എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതൊക്കെയാണ്. ഇറ്റ് എൻകറേജ് ഇൻഫോർമൽ ഓർഗനൈസേഷണൽ സെറ്റപ്പ്, ക്രിയേറ്റിവിറ്റി ഫോർ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ആൻഡ് ഫോർമേഷൻ ഓഫ് ഓട്ടോണമസ് വർക്ക് ഗ്രൂപ്പ്. അതായത് സ്വന്തമായിട്ട് അവർ വിചാരിക്കും ഞങ്ങൾ ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്യണം, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും HRD വെച്ചിട്ട്. പിന്നെയാണ് റെസ്പോൺസിബിലിറ്റി. HRMൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിഡേർഡ് ടു ബി ദ സോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. HRM എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സോൾ റെസ്പോൺസിബിലിറ്റി ആണ്. HRM is considered to be the sole responsibility of the human resource department. അപ്പോൾ ഇനി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണെങ്കിലോ ഓൾ മാനേജേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ആർ റെസ്പോൺസിബിൾ ഫോർ HRD. എല്ലാ മാനേജേഴ്സും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് റെസ്പോൺസിബിൾ ആണ്. കാരണം ഇറ്റ് എൻകറേജ് ലൈൻ മാനേജേഴ്സ് ടു ബി കോമ്പീറ്റൻറ്റ് ഇനഫ് ടു ബി ഏബിൾ ടു ഇൻഡിപെൻഡൻ്റ്ലി അക്കംപ്ലിഷ് വേരിയസ് HRM ഫംഗ്ഷൻസ്. ഓരോ ലൈൻ മാനേജേഴ്സ്, അതായത് ഓരോ ഹെഡും ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരോട് എങ്ങനെ ആൾക്കാരെ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് HRDയിൽ വരുന്നത്. അപ്പോൾ HRMൻ്റെ ഫങ്ഷൻസിലോടുകൂടി നമ്മൾ HRDയും കൂടി ഡെവലപ്പ് ചെയ്യും. ഇനി മോറൽ പെർഫോമൻസ് റിലേഷൻഷിപ്പ്. HRMൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ, മോറൽ ഈസ് റിഗാർഡഡ് ആസ് കോസേറ്റീവ് ഫാക്ടേഴ്സ് ഫോർ അച്ചീവിങ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. അപ്പോൾ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു വേ ആയിട്ടാണ് നമ്മൾ HRMനെ എപ്പോഴും കാണുന്നത്, നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒരു വേ ആയിട്ട്. ഇനി HRD ആണെങ്കിലോ ഫോക്കസ് ഓൺ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് വിച്ച് ഇൻ ടേൺ പ്രൂവ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ദ മൊറൽ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുക, അതേപോലെ എംപ്ലോയീസിൻ്റെ മൊറൽ ഇംപ്രൂവ് ചെയ്യാനായിട്ടുമാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.